السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലഹരിയുടെ കരാളഹസ്തത്തിൽ പിടിപെട്ട യുവാക്കളുടെ വളരെ വലിയ ദുരന്തങ്ങളാണ്. താമരശ്ശേരിക്കടുത്ത് ഒരു കുട്ടി അവന്റെ ഉമ്മയെ കഴുത്തറുത്തു കൊന്നു എന്നത് വലിയ ദുരന്തമായിട്ട്, വലിയ സങ്കടമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ലഹരിയുടെ വലിയ കടന്നുകയറ്റം നമ്മുടെ കേരളത്തിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ
ഒരു പരിധിവരെ കാരണക്കാർ നമ്മളെല്ലാവരുമാണ് എന്നതിൽ തർക്കമില്ല. പലപ്പോഴും ലഹരിയുടെ വിൽപ്പനയും അതിൻ്റെ ശക്തമായിട്ടുള്ള വരവുമൊക്കെ നമുക്കൊക്കെ അറിയാം. പക്ഷേ പ്രതികരിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല എന്നത് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളെപ്പോലും ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയെ പോലെയുള്ള മഹാനഗരങ്ങളിൽ മാത്രം ലഭിച്ചിരുന്ന മയക്കുമരുന്നുകൾ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ മുറുക്കാൻ കടയിൽ വരെ സുലഭമാണ്. ഇത് വെറുതെ ഒരു ആലങ്കാരികമായിട്ട് പറയല്ല. നമ്മുടെയൊക്കെ റോഡിന് സൈഡുകളിലായിട്ട് തട്ടുകടകൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ ബഹുഭൂരിപക്ഷവും മയക്കുമരുന്ന് വിപണനത്തിനു മാത്രമാണ്. അതിൻ്റെ ഒരു മറ മാത്രമാണ്. വളരെ നല്ല നന്മയുള്ള മനുഷ്യർ അവരുടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിനു വേണ്ടി തട്ടുകടകൾ നടത്തുന്ന മാന്യന്മാരായ കച്ചവടക്കാരുണ്ട്. എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയല്ല, നല്ല മനുഷ്യരുണ്ട്. പക്ഷേ അധികവും തട്ടുകടകളിൽ അവർക്ക് അവിടെ നമ്മൾ വിചാരിക്കുന്ന വിഭവങ്ങളൊന്നും ലഭിക്കണമെന്നില്ല. ഒരു ചായയും എന്തെങ്കിലും ഒരു പൊരിക്കടിയും അലമാറയിൽ ഉണ്ടെങ്കിൽ അത് വിൽക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല, വിറ്റ് പോകണമെന്ന് അവർക്ക് ആവശ്യമില്ല. പക്ഷേ അത്തരം കേന്ദ്രങ്ങളിലേക്ക് വളരെ കൃത്യമായിട്ട് മയക്കുമരുന്ന് ആവശ്യപ്പെട്ടു വരുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കസാരയും ഒരു ചെറിയ വട്ട ടേബിളും ഇട്ട് ആ ടേബിളിന് മുകളിൽ ചെറിയ ചെറിയ അടപ്പുകളുള്ള ചെറിയ ചെറിയ ബോട്ടലുകൾ നിരത്തി വെച്ച് ഒരു കുടയും നിവർത്തി ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ ധാരാളം കണ്ടിട്ടില്ലേ? അതിൽ ഭൂരിപക്ഷവും മലയാളികളല്ല. അവിടെ വളരെ കൃത്യമായിട്ട് മയക്കുമരുന്നുകൾ വിപണനം ചെയ്യുന്നുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുകയും അപകടങ്ങളിൽ വന്നു പോകുന്ന ആളുകളെ നമ്മളൊന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അവിടെ മയക്കുമരുന്ന് വിപണനം നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ വളരെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ വിവരമറിയിക്കേണ്ടുന്ന ആളുകളുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടനെ തന്നെ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് ബാധകമല്ലല്ലോ. നമ്മൾ എന്തിനതിൽ ഇടപെടണം എന്നാണ് പലപ്പോഴും ആലോചിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ അങ്ങാടികളിലൂടെ നടക്കേണ്ടവരല്ലേ ആവശ്യങ്ങൾക്ക്? വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ പോയി സാധനം മേടിച്ച് തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക് ജീവനോടെ വരാൻ പറ്റാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കയ്യിൽ നല്ല മൂർച്ചയുള്ളൊരു ആയുധമുണ്ടെങ്കിൽ തന്റെ മുമ്പിൽ നടന്നു പോകുന്നവനെ ഒന്ന് കുത്തി നോക്കിയാൽ എന്താ കുഴപ്പം എന്ന് ലഹരി നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ശരീരത്തിൽ ആയുധങ്ങൾ കയറി ഇറങ്ങും. ആയതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു മുന്നൊരുക്കവും മുൻകരുതലും നമ്മുടെയൊക്കെ ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങുകയാണ്. മഹല്ലിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു വളണ്ടിയർ വിങ് അതിലെല്ലാവരും ഉണ്ടായിക്കോട്ടെ. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ഉണ്ടായിക്കോട്ടെ, മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. എന്നിട്ട് ശക്തമായിട്ടുള്ള ഒരു വിങ്, ഒരു കാവൽ സംഘം അതുണ്ടാക്കേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം എവിടെ നിന്ന് ചോദിച്ചാലും വളരെയധികം ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ഏതു തരത്തിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി തന്നെ മനുഷ്യനല്ലാതായി മാറുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോ പോറ്റി വളർത്തിയ ഉമ്മയെ പോലും ഒന്ന് കഴുത്തറുത്താൽ എന്താ എന്ന് തോന്നിപ്പോകും. എന്നിട്ട് ഉമ്മയുടെ കഴുത്തറുത്ത് മരിച്ചു കിടക്കുമ്പോ അയൽവാസികൾ വന്ന് അവനെ പിടികൂടി പോലീസ് വന്ന് കൊണ്ടുപോകുമ്പോഴും ഒരു തരിമ്പ് പോലും
ഭാവവ്യത്യാസമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ആ വാഹനത്തിൽ കയറി പോകണമെങ്കിൽ അവൻ എത്രമാത്രം മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആയതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു കരുതൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ മഹല്ലുകളിലും നമ്മൾ നിരന്തരം വെച്ചു പുലർത്തിയിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും വലിയ അപകടങ്ങൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ കുമ്പള എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഉറൂസ് നടക്കുന്ന കേന്ദ്രത്തിൽ ആ പ്രദേശത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ ആ ഉറൂസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി ക്ഷണിച്ചു. അവിടെ ക്ഷണിച്ചിട്ട് അതിന്റെ സംഘാടകർ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ മയക്കുമരുന്നിനെതിരെ ശക്തമായിട്ട് ഉത്ബോധനം നടത്തണം. കാരണം ഉറൂസുകളും നേർച്ചകളും ഒക്കെ മയക്കുമരുന്നുടെ കൂത്താട്ടങ്ങളായി മാറി. വെട്ടത്ത് പുതിയങ്ങാടി അവിടുത്തെ നേർച്ചയുടെ ദിവസങ്ങളിൽ തൊട്ടു പരിസരത്തുള്ള ബീവറേജ് മദ്യം ലഭിക്കുന്ന ആ ഭാഗം അടച്ചുപൂട്ടും, അത് തുറക്കൂല. നേർച്ചയോടുള്ള ബഹുമാനം കൊണ്ടല്ല. എന്തുകൊണ്ട് അടച്ചുപൂട്ടുന്നത്? ഈ നേർച്ചയ്ക്ക് വേണ്ടി വരുന്ന മനുഷ്യർ മുഴുവനും മദ്യലഹരിയിലാണ്. അപ്പൊ സുലഭമായി തൊട്ടടുത്ത് തന്നെ കിട്ടാനുണ്ടെങ്കിൽ ധാരാളം അവർ മേടിച്ചു കുടിക്കും. നേർച്ചയ്ക്ക് വരുന്നവർ തന്നെ മദ്യം കുടിക്കാൻ വേണ്ടിയും കൂത്താടാൻ വേണ്ടിയിട്ടുമാണ് വരുന്നത്. അതുകൊണ്ട് 3 ദിവസം അവിടെ ആ ബീവറേജ് അടച്ചിടണം എന്നാണ് അവിടുത്തെ പോലീസുകാരുടെ നിർദ്ദേശം. എന്നാലോചിച്ച് നോക്കാം നിങ്ങൾ. ആ ഉറൂസിൽ പങ്കെടുത്തുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് സാർ അദ്ദേഹം ശ്രദ്ധേയമായ കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചു. 23 മിനിറ്റോളം വരുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഇൻഷാ അള്ളാഹ് നമ്മുടെ ഖുതുബ ഗ്രൂപ്പിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കത് കേൾക്കാം. അത് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കേൾക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ മക്കളെ വിദൂരങ്ങളിൽ നിർത്തി പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ ആ സംസാരം. അതിലേറ്റവും ശ്രദ്ധേയമായി കൊണ്ട് അദ്ദേഹം സംസാരം ആരംഭിച്ചത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 90-ാമത്തെ വചനം അറബിയിൽ തന്നെ പാരായണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതൊരു വലിയ അത്ഭുതമാണ്. അദ്ദേഹം ആ ആയത്ത് വളരെ കൃത്യമായി ഓതി. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത് ഒരു മുസ്ലിം അല്ലാത്തൊരു സഹോദരൻ ഓതുമ്പോ അതിൻ്റെതായിട്ടുള്ള കുറവുകൾ സ്വാഭാവികമാണ്. തജ്വീദിലും മഖ്റജിലും ഒക്കെ ഒരു പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതല്ല, പക്ഷെ ആ ആയത്ത് അത് ഉറൂസ് നടക്കുന്ന ഒരു കേന്ദ്രത്തിൽ അദ്ദേഹം ഓതിയത് വളരെ ശ്രദ്ധേയമാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോ എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നുന്നത് നിങ്ങളുടെ വേദവെളിച്ചത്തിൽ ഖുർആനിൽ ഈ പറയുന്ന ആയത്ത് മാത്രം മുസ്ലിങ്ങളായ ആളുകൾ സ്വീകരിച്ചാൽ മതി, അവര് നന്മയുടെ ആളുകളായി മാറും. അദ്ദേഹം ആയത്ത് ഓതുകയാണ്. അദ്ദേഹം ഓതുന്ന ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ. എന്താ പറയുന്നത്? വിശ്വസിച്ചവരെ, മദ്യവും ചൂതും പ്രതിഷ്ഠകളും. ഉറൂസ് നടക്കുന്നത് പ്രതിഷ്ഠയുടെ ഭാഗമായിട്ടാണ്. ഇസ്ലാമിൽ ഉറൂസ് ഇല്ല. ഉറൂസ് എന്ന് പറയുന്ന ഒരു ആഘോഷം മുഹമ്മദ് റസൂലുള്ളാഹി അതിശക്തമായി കൊണ്ട് അവിടത്തെ വഫാത്തിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, അല്ലാഹുവേ എന്റെ ഖബറിനെ ഉറൂസ് നടക്കുന്ന കേന്ദ്രമാക്കരുതേ എന്ന് പ്രാർത്ഥിച്ച മഹാപ്രഭുവാണ്. അത് ആ ഒരു നിർദ്ദേശം പോലും ധിക്കരിച്ചുകൊണ്ടാണ് ഖബറുകളിൽ ഉറൂസുകൾ നടക്കുന്നത്, ആഘോഷങ്ങൾ നടക്കുന്നത്.
അവിടെ ഇദ്ദേഹം ഓതിയ ആയതന്നെ പ്രതിഷ്ഠകൾ, മദ്യവും ചൂതും പ്രതിഷ്ഠകളും ഭാഗ്യപരീക്ഷണത്തിനുള്ള അമ്പുകളും പൈശാചിക വൃത്തികളിൽപ്പെട്ടതാണ്. ഇതൊക്കെ പൈശാചിക വൃത്തികളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതൊക്കെയും മാലിന്യങ്ങളാണ്, ഏറ്റവും മോശമായതാണ്. അതിനാൽ നിങ്ങൾ അവയൊക്കെ ഒഴിവാക്കുക, നിങ്ങൾ വിജയിച്ചേക്കാം. ഈ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം ഈ ആയത്തിന്റെ അർത്ഥവും പറഞ്ഞു. ഇത് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തിയാൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇവിടെ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, ആയത്തുകളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ടൊരു മുസ്ലിമും ജീവിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഉറൂസ് കേന്ദ്രത്തിലാണ് മുസ്ലിം അല്ലാത്ത ഒരു ഓഫീസർ ഖുർആനിന്റെ ആയത്ത് ഓതി അതിന്റെ അർത്ഥം അവരെ പഠിപ്പിക്കുന്നത്. അവിടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാം. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ന്യൂ ജനറേഷനിൽ ഒരു 15 വയസ്സൊക്കെ ആയിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത്, 15 വയസ്സ്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് താഴോട്ട് പോന്നു. 12ഉം 13ഉം വയസ്സൊക്കെ ഏജന്റുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏജന്റുകളായിട്ട് പെൺകുട്ടികളെപ്പോലും ലഹരി മാഫിയകൾ ഏജന്റുകളായി നന്നായിട്ട് കച്ചവടം നടന്നു. ഒരു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ഏജന്റായിരുന്നു അവള്, ലഹരിയുടെ ഏജന്റായിരുന്നു, അറിയാതെ പെട്ടുപോയതാ. ചോക്ലേറ്റുകളിൽ ലഹരി കൊടുത്ത ആ കുട്ടിയെ ലഹരിയുടെ അടിമയാക്കി. എന്നിട്ട് അവൾക്ക് കുറേശ്ശൊക്കെ ലഹരി കൊടുക്കാൻ തുടങ്ങി. ആ കുട്ടിയെ എല്ലാവിധ പൈശാചികതകളിലും അവർ ഉപയോഗപ്പെടുത്തി. നഗ്നമായ ശരീരഭാഗങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും എടുത്തു. ഇനി അവൾ ഇതിന്റെ വിപണനത്തിൽ നിന്ന്, വിൽപ്പനയിൽ നിന്ന് മാറിയാൽ നിനക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഇത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ കുട്ടിയെ ആ ലഹരിയുടെ അടിമയാക്കി മാറ്റി. അവസാന കുട്ടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ധാരാളം ദുരന്തങ്ങൾ നടക്കുമ്പോൾ വളരെ ചെറിയതു മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖമർ. എല്ലാ ലഹരി ഉപയോഗിക്കുന്ന എല്ലാ ലഹരിയും അത് ഖമറിന്റെ ആ ദർജയിലാണ് എത്തുക. പല ആളുകളും ഇപ്പോഴും ബീഡി വലിക്കുന്ന ആളുകൾ, സിഗരറ്റ് വലിക്കുന്ന ആളുകൾ കുടുംബത്തിൽ എന്തൊരു രസമായിട്ടായിരുന്നു വലിക്കുന്നതെന്ന് അറിയാം. വീട്ടിൽ കൊലായിലിരുന്നിട്ട്. എന്നിട്ട് അത് ഹറാമാവോ എന്നൊരു ചോദ്യം. ഹറാമല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, കുല്ലു മുസ്കിരിൻ ഹറാം. നിങ്ങൾക്ക് ലഹരിയായി തോന്നുന്നത് മുഴുവനും ഹറാമാണ്. ബീഡി വലിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റുമോ അതിൽ നിന്ന് ഒരു ലഹരിയും കിട്ടുന്നില്ല എന്ന്? അതൊരു ചെറിയ ലഹരി. എന്താ ചെറിയ ലഹരി? ചെറുതായിട്ട് കള്ളു കുടിക്കാന്നാ? ആണോ? ഒരു കുപ്പി, ഒരു പാക്കറ്റ്, സിഗരറ്റിന്റെ പാക്കറ്റ് നമ്മളുടെ കയറി വരുന്ന കൊലായിൽ തന്നെ ആ ടേബിളിൽ ഇങ്ങനെ വെച്ച് അതിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് വലിക്കുന്ന സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുപ്പി കള്ള് കൊടുത്തിട്ട് നിങ്ങൾ ആ ടേബിളിൽ വെക്കുവോ? എന്നിട്ട് ഒരു മൂടിക്ക് കുറേശ്ശെ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ കുടിക്കുന്നുള്ളൂ എന്ന് പറയോ? ഇല്ല. മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, കുല്ലു, അത് മുഴുവനും ഹറാമാണെന്നാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം. മുസ്കിറാകുന്ന എല്ലാതും ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഇനി പിന്നെയും ചോദിക്കുക, അത് ഹറാമാവോ? എന്തൊരു ചോദ്യം അത്! ആയതുകൊണ്ട് സാധാരണ നമ്മൾ പറയലുണ്ട്, മാതാപിതാക്കൾ അവരാണ് കുട്ടികളുടെ ഒന്നാമത്തെ അധ്യാപകർ. മാതാപിതാ ഗുരു ദൈവം എന്നൊരു നല്ല ഒരു സന്ദേശമുണ്ട്. മാതാപിതാക്കളും ഗുരുനാഥനും ദൈവത്തിലേക്ക് വഴി നടത്തുന്നവരാണ്, ദൈവത്തെ പരിചയപ്പെടുത്തുന്നവരാണ്, സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നവരാണ് മാതാപിതാക്കളും ഗുരുനാഥന്മാരും. അതുകൊണ്ട് മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, സിഗരറ്റ് വലിക്കുന്ന അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പുറത്ത് വിശ്രമ സമയത്ത് ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങൾ ആ മക്കൾക്ക് നൽകുന്ന ഏറ്റവും മോശമായ മെസ്സേജാണത്. നിങ്ങൾക്ക് എങ്ങനെ അവരെ ലഹരിയെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും? സിഗരറ്റ് വലിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ട് നിൽക്കുക, ഒരു മകള്, ആ ഗർഭസ്ഥ ശിശുവിന് വരെ നിങ്ങൾ വലിക്കുന്ന ഈ പുകയുടെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും പുതിയ പഠനം നടക്കുന്നത്. അതിന്റെ ദുരന്തം എത്രയുണ്ട്? അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് എങ്ങനെ മക്കൾ ഉപദേശിക്കാൻ പറ്റും? അതുകൊണ്ട് ആദ്യം നമ്മൾ സ്വയം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കണം, ഒഴിവാക്കണം. നിങ്ങളത് ഒഴിവാക്കിക്കളെ. എന്തിനാ? ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയം സംഭവിക്കാൻ വേണ്ടിയിട്ടാ, വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കറിയാലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കോട്ടക്കൽ പുത്തൂര് റോട്ടിൽ 2 ബൈക്കുകളിൽ സഞ്ചരിച്ച 4 മക്കൾ, 2 ബൈക്കുകളിലായി സഞ്ചരിച്ച 4 മക്കൾ പരസ്പരം പോരടിച്ച് സ്പീഡിൽ വിട്ടതാ. എന്നിട്ട് തന്റെ മുമ്പിലുള്ളവനെ ഓവർടേക്ക് ചെയ്തതാ. 2 വാഹനം, 2 സ്കൂട്ടർ മോട്ടോർ സൈക്കിളും കൂടി തമ്മിലിടിച്ച് സ്പോട്ടിൽ 2 മക്കൾ മരിച്ചു. കഴിഞ്ഞ ദിവസം 3ാമത്തവനും മരിച്ചു. 4ാമത്തെ കുട്ടിയും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയില്ല. അത്ര അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതും ഒരു ലഹരിയാണ്. വാഹനം കയ്യിൽ കിട്ടിയാൽ താൻ തോന്നിത്തരം ചെയ്യാന്ന് പറയുന്നത്, റോഡിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങളെ ഉപദ്രവിക്കുക, വഴിയാത്രക്കാരെ പ്രയാസപ്പെടുത്തുക, മറ്റു വാഹനങ്ങളെ നിയമപരമല്ലാതെ മറികടക്കുക. ഞാൻ ഇന്ന് ഈ കുല്ലു മുസ്കിരിൻ ഹറാം എന്ന ഈ ഒരു ഹദീസിനെ വെച്ച് 1-2 പണ്ഡിതന്മാരോട് ചോദിച്ചു, ഈ ലഹരി പിടിച്ച പോലെ വാഹനം ഓടിക്കുന്നതിലേക്ക് ചേർത്ത് പറയാൻ പറ്റുമോ? അവർ പറഞ്ഞു, അങ്ങനെ പറയാൻ മുൻഗാമികളിൽ നിന്നൊന്നും നമുക്ക് തെളിവുകളില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചവരൊന്നും ആ വിഷയം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു ലഹരിയല്ലേ? വാഹനം അതിസ്പീഡിൽ ആവശ്യത്തിനാണോ? ഒരു അത്യാവശ്യമായിട്ടൊരു മരുന്നൊരാൾക്ക് എത്തിക്കാൻ ഒരല്പം സ്പീഡ് അല്ല, അനാവശ്യമായിട്ട് ഒരു കളിയുടെ ഭാഗമായിട്ട് വിനോദത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും നശിപ്പിച്ചുകൊണ്ട് അതീവ സ്പീഡിൽ വാഹനം ഓടിച്ചു പോകുന്ന മക്കളെ, അത് അതീവ ഗുരുതരമായ പൈശാചികമായിട്ടുള്ള പ്രേരണയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്രമല്ല ദുരന്തം. അതുകൊണ്ട് എത്ര ആളുകൾ ആ ദുരന്തത്തിലും സങ്കടത്തിലും കഴിയേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, നിങ്ങളത് ഒഴിവാക്കണം. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ലഹരിയും മനുഷ്യർക്ക് ഗുണകരമല്ല. നമ്മുടെയൊക്കെ റോഡുകളിൽ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ബോർഡുകളുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ വലിയ പാലത്തിന്റെ അവിടെ, ആ പാലത്തിന്റെ അവിടെ വലിയ നല്ലൊരു ബോർഡുണ്ട്. നഗരസഭയുടേതാണെന്ന് തോന്നുന്നു. മദ്യം ഏറ്റവും മലിനമാണ്, അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ അകറ്റും, ഈ നാട്ടുകാരിൽ നിന്ന് നിങ്ങൾ അകറ്റും, നിങ്ങൾ ഏറ്റവും മോശപ്പെട്ടവരാകും എന്നുകൊണ്ട് നല്ലൊരു സന്ദേശം അവിടെ ഉണ്ട്. നിങ്ങൾ അതിന്റെ പരിസരം ഒന്ന്, ഇവിടുത്തെ ആളുകളൊന്ന് നിരീക്ഷിക്കണം. ആ ബോർഡ് വെച്ചതിന്റെ പരിസരം നമ്മളൊന്ന് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമൊക്കെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നോക്കണം. ആ ബോർഡ് വെച്ചതിന്റെ പരിസരം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 90-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ആ സദസ്സിൽ ഓതിയ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിലും പറഞ്ഞത്. അതിന്റെ തൊട്ടടുത്ത ആയത്ത് 91-ാമത്തെ ആയത്തിൽ അല്ലാഹു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതും വളരെ ശ്രദ്ധേയമാണ്. ഇത് തന്നെയാണ് കാര്യമെങ്കിലും അതൊരല്പം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഇന്നമാ യുരീദു ശൈത്താനു അയ്യുവഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്താനും അള്ളാഹുവെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. ഈ പിശാച് ഓനക്ക് ഇതിങ്ങനെ ഈ തരത്തിൽ നമ്മളെങ്ങനെ പ്രേരിപ്പിച്ച് ഉദ്ദേശിച്ച് നടക്കാനേ പറ്റുള്ളൂ. ഒരു കുപ്പി കള്ളയിട്ട് നേരെ നമ്മളെ ഉള്ളിക്കാണ്ട് കയറിയിട്ട് പള്ളേക്കാണ്ട് ഒഴിച്ചേരാൻ ഓനെ കൊണ്ട് പറ്റൂല. പിശാച് വല്ലാണ്ട് ഓനിങ്ങനെ ആകെ നമ്മളങ്ങോട്ട് മറിച്ചിട്ടിട്ട് നമ്മളെ തൊള്ളേക്ക് ഇങ്ങനെ ഒഴിച്ചു തരും എന്ന് പറയുന്ന അവസ്ഥയിലാണ് ചില ആളുകൾ ഇപ്പൊ പിശാചിനെ ഇങ്ങനെ കൊണ്ടേ ആക്കുന്നത്. പിശാചിന് അത്രേ പറ്റുള്ളൂ. പിശാചിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുക. എവിടുന്ന്? അല്ലാഹുവിന്റെ ദിക്റുകളിൽ നിന്ന്, നമസ്കാരത്തിൽ നിന്ന്. അതുമൂലം എന്താവും? ഈ ലഹരിയിലേക്ക് പോകുന്ന മനുഷ്യർ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കും. ഈ ആയത്തിന്റെ ഏകദേശം ഒരു ഉദ്ദേശമാണ് ഇവിടെ ബോർഡുകളിൽ, റോഡിൽ, ആ സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതന്നെയാണ് കാര്യം. വളരെ കൃത്യമാണ്. അപ്പൊ പിശാചിന് അത്രേ പറ്റുള്ളൂ. എന്ത്? കുടിച്ചോ, തരക്കേടില്ല, നല്ലതാണ്. കൂടെ പഠിക്കുന്ന കുട്ടികളിൽ 3 ആളുകൾ കുടിയന്മാരും 2 ആളുകൾ ശുദ്ധന്മാരുമാണെങ്കിൽ അവര് മറ്റുള്ള 3 ആളിങ്ങനെ പറയും, നിങ്ങൾ 2 ആളായിട്ട് മാറി നിന്നിട്ട് എന്താണ് കാര്യം? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല.
അതാണ് മനുഷ്യപ്പിശാച്. മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ അതാ. അവരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. എന്നാൽ പിശാചുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവരുടെ ദുർബോധനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹു പറഞ്ഞു. അത് എന്ന് പറയുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു അവൻ വസ്വാസ് ഉണ്ടാക്കി പിന്മാറിക്കളയുന്ന പറഞ്ഞത്. ഹന്നാസാണ് അവൻ. അവിടെ കേറിയിരിക്കൂല, ഉള്ളുകൂടെ കേറൂല, കേറിയിരിക്കാൻ അവന് കഴിയില്ല. അവന് പിന്മാറിക്കളയും. അവൻ പിന്നെ വസ്വാസം ഇങ്ങനെ ഇട്ടെന്നും കണ്ട് പോകും, അവന്റെ പണിക്ക് പോകും. പിന്നെ നമ്മൾ ഈ വസ്വാസിൽ നമ്മളെ ഷർറിൽ അങ്ങനെ നമുക്ക് തോന്നിയാൽ പറയണം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റബ്ബിനെ കുറിച്ച് ഓർമ്മ വന്നാൽ പിശാചു പോവും. പിശാചിന്റെ ദുർബോധനം നഷ്ടപ്പെടും. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിൽ അവൻ കയറിയിരുന്നിട്ട് അവൻ നമ്മളെ നിയന്ത്രിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരു മനുഷ്യനും അവൻ ചെയ്യുന്ന അക്രമത്തിന് അല്ലാഹു നാളെ പരലോകത്ത് അവനെ ശിക്ഷിക്കാൻ ഒരു വകുപ്പില്ല. കാരണം എന്താ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മനുഷ്യരുടെ കഴിവിന്റെ അപ്പുറമുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അല്ലാഹു അവരെ ശിക്ഷിക്കൂല, അവരെ ചോദ്യം ചെയ്യൂല, അവരെ നിർബന്ധിക്കുന്നില്ല എന്നാണ്. നമ്മൾ കാണാത്ത ഒരു പടപ്പ് നമ്മളെ മൂക്കു കൂടെ കയറി, അല്ലെങ്കിൽ നമ്മുടെ ചെവിന്റെ ഉള്ളിൽ കൂടെ കയറി, അല്ലെങ്കിൽ ഇവര് പറയുന്ന മറ്റേതെങ്കിലും ഭാഗത്തു കൂടെ ഒക്കെ കയറി അവിടെ ഇങ്ങനെ നമ്മളെങ്ങനെ ഇടങ്ങാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കഴിവിൽ ഓനെ തടയാൻ പറ്റൂല. കേരള് സുവാസനാണെങ്കിലോ അള്ളാഹ് പറഞ്ഞു ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബേ നിന്നോട് ശരണം, നിന്നോട് കാവല്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹിനോട് ശരണം. മലിക് ഇലാഹിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. മനുഷ്യരുടെ ആധിപത്യമുള്ള മാലിക്കുൽ മുൽക്കായ അല്ലാഹുവേ നിന്നോട് ശരണം. എന്ത്? ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കി പിന്മാറിക്കളയുന്ന ആ പിശാചിനെ തൊട്ട് നിന്നോട് ശരണം. ആ ഒരു ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ, അല്ലാഹുവെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ സദാസമയം. നമ്മുടെ നമസ്കാരത്തെ നമ്മൾ മുറ പോലെ നിർവഹിച്ചാൽ പിശാചിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയൂല. അത്രയും ദുർബലനാണ് അവനെന്ന് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നു. ഇന്ന കൈദ ശൈത്താനു കാന ളഈഫ. അവൻ ളഈഫാണ്, ദുർബലനാണ്. അവന് നമ്മളെ ശരീരത്തിൽ ആക്രമിച്ചു കടക്കുവാനുള്ള ഒരു സബബ് അല്ലാഹു ഒരിക്കലും അവന് നൽകിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ദുർബോധന ചില മനുഷ്യ പിശാചുക്കളും നടത്തുന്നുണ്ട്. എല്ലാവരും മൂലൊക്കെ കൊണ്ടേറ്റ് പിടിച്ചോണ്ടേറ്റ് ഈ പറഞ്ഞ മാതിരി ഒന്നല്ല കേട്ടോ. പിശാചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്. അവനെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറു അതും പൈശാചികമാണ്. മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളാ ആ തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള വർത്തമാനങ്ങൾ മറ്റുള്ളവരുടെ ചെവിയിലേക്ക് കൊടുക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമുക്ക് ഞാൻ ആമുഖമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചത്, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളാദ്യം സർവ്വലഹരികളിൽ നിന്ന് നമ്മൾ മുക്തരാവുക, ഒഴിവാവുക. അത് വലിയ ദുരന്തമാണ്. നമ്മൾ വലിക്കുക, മോനോട് വലിക്കണ്ടെന്ന് പറയാ. എന്തൊരു ലോജിക്ക് അതിലുള്ളത്? പിന്നെ നമ്മുടെ വീടുകളും നമ്മുടെ അയൽവീടുകളും ഈ തരത്തിലുള്ള വല്ല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെന്ന് നല്ല ജാഗ്രതയോടുകൂടി അത് വീക്ഷിക്കണം. നമ്മുടെയൊക്കെ അങ്ങാടികളിലുള്ള തട്ടുകടകളിലും ചായക്കടകളിലും പലചരക്ക് കടകളിലും ആണെങ്കിലും ഈ തരത്തിൽ ലഹരി വരുന്ന ഏതെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ അത് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. പറ്റൂല എന്ന് പറയണം. ഈ നാട്ടിലത് പറ്റൂല. ശക്തമായിട്ട് നിങ്ങളത് പറഞ്ഞു നോക്കാണ്. അതിനപ്പുറം കടന്നു ഒരാൾക്കും കച്ചവടം ചെയ്യാൻ പറ്റൂല. എന്നിട്ടും അവർ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിയമപരമായി അതിന്റെ ആളുകളെ വിളിച്ചു വരുത്തി ശക്തമായിട്ട് പിന്നെ കട തുറക്കാൻ സമ്മതിക്കരുത്, ഫൈൻ കൊണ്ടൊന്നും നിർത്തരുത്. അതുകൊണ്ട് വലിയ അപകടത്തിലേക്ക് കോടാനക്കോടിയുടെ മയക്കുമരുന്നാണ് നമ്മുടെയൊക്കെ എയർപോർട്ടുകളിലൂടെ പുറത്തുകൊണ്ട് വരുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മാത്രം കോടിക്കണക്കിന് മയക്കുമരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ, ഒരു ടാങ്കർ ലോറി, വെള്ളമോ പെട്രോളോ ഒക്കെ അടിക്കാൻ പറ്റുന്ന വലിയ ലോറിയിൽ അതിലിങ്ങനെ തലക്കാണിയുടെ അത്ര വലുപ്പമുള്ള കെട്ടുകളാണ്, 100 കണക്കിന് കെട്ടുകൾ, മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ കെട്ടുകൾ ഇങ്ങനെ പോലീസ് മേലെ നിർത്തിട്ട് താഴത്ത് ഇട്ട് കൊടുക്കുന്നത്.
ഇതൊക്കെ എവിടെ വിപണനം ചെയ്യാനാ? ഈ കേരളത്തിൽ, നമ്മുടെ മണ്ണിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ. ആയതുകൊണ്ട് ഇതിന്റെയൊക്കെ ഉപഭോക്താക്കളായി നമ്മുടെ മക്കൾ മാറിയാൽ ആ മക്കൾ നശിച്ചുപോയി, ആ മാതാപിതാക്കൾ പ്രയാസത്തിലായി, അവരുടെ ജീവൻ ഭീഷണിയായി, ആ മഹല്ലിൽ അതൊരു ദുരന്തമായി. അതുകൊണ്ട് ഈ തരത്തിലുള്ള മുഴുവൻ ദുരന്തങ്ങൾക്കും റബ്ബിനോട് കാവൽ തേടി ശക്തമായിട്ടുള്ള ജാഗ്രതയോടുകൂടി നമ്മൾ നിലനിൽക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ച ഒരു കാര്യം, അഖീഖത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള മൃഗങ്ങളെ അറുക്കുന്നത്, അത് ഈ അറുക്കുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന്. നമ്മുടെ നാട്ടില് വലിയ നല്ല ആരോഗ്യമുള്ള വലിയ മൃഗങ്ങളെയൊക്കെ കൊടുന്ന് അതിനെ കെട്ടി പറ്റുന്ന സ്ഥലത്തേക്ക് മറിച്ചിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ വാലും അതിന്റെ കൊമ്പും ഒക്കെ പൊടിച്ച് തിരിച്ച് വലിച്ച് ഖിബിലയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ശരിയായിക്കണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു സമ്പ്രദായം എല്ലാവരും കാണുന്നുണ്ട്. ഈ വിഷയത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കുറ്റമറ്റ രീതിയിൽ ഹദീസുകൾ കാണുന്നില്ല. എന്നാൽ ചില ഹദീസുകൾ പല മുഹദ്ദിസുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയും ന്യൂനതകളുണ്ട് എന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ഇമാം നവവി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ ഇങ്ങനെ ഖിബിലയിലേക്ക് തിരിച്ചിരുന്നു, അത് അറുക്കുന്ന ആളും ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു, അറുക്കുന്ന ആള് എന്ന ഒരു പ്രാർത്ഥന മുഴുവനുമായിട്ട് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് വേണ്ടി ഒരു മൃഗത്തെ ബലിയറുക്കുമ്പോൾ റസൂലുള്ളാഹ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു അസറായിട്ട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഒരു ഭാഗം കാണാം. ഖിബിലയിലേക്ക് തിരിക്കാതെ അറുക്കപ്പെട്ട ആ മൃഗത്തിന്റെ മാംസം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഗൈറുഹു അതുപോലെ മറ്റൊരുപാട് ആളുകളും ഭക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്നൊക്കെ കാണാം. പക്ഷെ ശക്തമായ ഒരു നിർദ്ദേശം ഇതിൽ കാണാത്തത് കൊണ്ട് ഈ മൃഗത്തെ പീഡിപ്പിക്കുന്ന തരത്തിൽ വലിച്ചു തിരിച്ചു ഇടങ്ങറാക്കി കൊണ്ട് തിരിച്ചു കൊണ്ടുവരിക എന്നത് അത്ര ഒരു സുഖകരമായിട്ട് തോന്നുന്നില്ല. പണ്ഡിതന്മാരോടുകൂടി ചോദിച്ചതിന്റെ ശേഷമാണ് പറയുന്നത്. എന്നാൽ ആ മൃഗത്തിന് പ്രയാസമില്ലാത്ത തരത്തിൽ ഖിബിലയിലേക്ക് തന്നെ തിരിച്ച് അറുക്കുന്ന ആളും ഖിബിലയിലേക്ക് തിരിഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറുക്കണം. അതറുക്കുന്നതിന് മുമ്പ് ഈ ഒരു പ്രാർത്ഥന, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള അലാ മില്ലതി ഇബ്രാഹീമ ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്നസ് സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നീ പ്രാർത്ഥന അറുക്കുന്ന ആള് നിർവഹിക്കണം. ഇനി വേറെ അതിലുള്ളൊരു പ്രശ്നം, കുട്ടികളുടെ ഒക്കെ അഖീഖത്തിന് വേണ്ടി വെല്ലിപ്പയോ ഉപ്പയോ ഒക്കെ ആ കത്തി ഒന്ന് വെച്ചിങ്ങാണ്ട് ആദ്യം ഒന്ന് മൂർന്ന് പിന്നെ മറ്റാൾക്ക് കൈമാറി ബാക്കിയുള്ള ആൾ അറുക്കുക, അതൊരു വളരെ മോശമായ സമ്പ്രദായമാണ്. അറുക്കാൻ ആരോഗ്യമുള്ള ആളെന്നെ അറുക്കണം. അങ്ങനെ മൂർന്ന് അറുക്കരുത് എന്ന അറിവിന്റെ ശുറൂത്തുകളിൽ ശക്തമായിട്ട് പറഞ്ഞതാ, പാടില്ലാത്തതാ. അറുക്കാൻ ശരിക്കും അറിയുന്ന ആളെന്നെ, നല്ല ആരോഗ്യം വേണം അറുക്കാൻ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നല്ല ആരോഗ്യം വേണം, നല്ല അമർത്തി മൂർച്ചയുള്ള ആയുധം കൊണ്ട് പെട്ടെന്ന് അത് തീരണം. വെച്ച് മൂർന്ന് എന്നിട്ട് പിന്നെ അതിന്റെ ആ കൊയല്, അതിന്റെ രക്തം പോകുന്ന പമ്പ് അതൊന്ന് കുത്തി മുറിക്കാൻ വേറെ ആള് വരിക, വേറെ കത്തി എടുത്ത് വരിക. ഇതൊക്കെ ആളെന്നെ ചെയ്യാൻ പറ്റുന്ന ആള് ചെയ്താൽ മതി. കത്തിയാണ്ട് വെച്ചുങ്ങാണ്ട് ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ശരി നിലക്കും പാടില്ലാത്ത, ആവശ്യമില്ലാത്ത, അനാവശ്യമായിട്ടുള്ള നിലപാടുകളാണ്. അതൊക്കെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും എളുപ്പത്തിൽ ആ മൃഗത്തിന് ഒരു പ്രയാസമില്ലാത്ത തരത്തിൽ അത് നിർവഹിക്കണം എന്നതാണ് പറയുന്നത്. അല്ലാഹു അഅലം. ആ കാര്യത്തിൽ
സൂക്ഷ്മതകൾ വളരെ നിർബന്ധമാണ് എന്നറിയുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെയുള്ള കാര്യങ്ങളിൽ അത് നിലപാടുകൾ സ്വീകരിക്കുക. അള്ളാഹു എല്ലാ ദീനിന്റെ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുവാനും അതനുസരിച്ച് തന്നെ നിർവഹിക്കുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരന്റെ മകൾ, അവർക്ക് വലിയ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ട് ഒരു ഓപ്പറേഷന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മകള് അടുത്ത ദിവസം ഓപ്പറേഷന് വിധേയമാവണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ആ ഓപ്പറേഷന് അള്ളാഹു അവരുടെ അസുഖത്തെ പരിപൂർണമായി ശിഫയാകുന്ന തരത്തിൽ ശിഫയായിക്കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെയും നിങ്ങളുടെ നമസ്കാര സമയം ആ സഹോദരിക്ക് വേണ്ടിയിട്ട് ഓർമ്മ വെച്ച് തന്നെ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണുള്ളത് എന്ന് ഓർമ്മ വേണം. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ برحمتك يا أرحم الراحمين.